Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് അല്ലെ തുടങ്ങിയത്. എവിടെ വരെയാ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞില്ലേ? കംപ്ലീറ്റ് ആയില്ലേ? പോസ്റ്റ് കോർവ് ഫുൾ എടുത്തു അല്ലെ? ഓക്കെ, നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അഡ്മിനിസ്ട്രേറ്റീവിന്റെ റോൾസ് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾസ് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ ആണ് ഇന്റർപേഴ്സണൽ റോൾസ്. എന്ന് വെച്ചാൽ എന്താ? വ്യക്തിപരമായിട്ടുള്ള ഒരു റോള് കൈകാര്യം ചെയ്യണം. അതായത് അവിടെ ഫിഗർ ഹെഡ് പറയാത്തതുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഫിഗർ ഹെഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഒരു തലവനായിട്ട് പ്രവർത്തിക്കുക. അതാണ് ഫിഗർ ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു തലവനായിട്ട്, അതായത് സ്ഥാപനത്തിന്റെ തലവനായിട്ട് പ്രവർത്തിക്കുക എന്നതാണ് ഫിഗർ ഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ലീഡർ, ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ലീഡർ ആയിട്ട് നിന്ന് പ്രവർത്തിക്കുക. ലയസ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധമുണ്ടാക്കിയെടുക്കുന്ന ആളായിട്ട് പ്രവർത്തിപ്പിക്കുക. അപ്പൊ ഇന്റർപേഴ്സണൽ റോൾസ്, അതായത് വ്യക്തികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായി ബന്ധപ്പെട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ട റോൾസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഫിഗർ ഹെഡ് അല്ലെങ്കിൽ തലവനായിട്ട് ആക്ട് ചെയ്യുക, ലീഡർ ആയിട്ട് അല്ലെങ്കിൽ ഒരു നേതാവായിട്ട് പ്രവർത്തിക്കുക, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന ആളായിട്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? ഇന്റർപേഴ്സണൽ റോൾസ് ഓക്കെ ആണോ? എന്താണ്? ഓക്കെ, രണ്ടാമത്തത് ഇൻഫർമേഷണൽ റോൾസ്. ഇനി എന്തായിരിക്കും? ഇൻഫർമേഷൻസ് നൽകുന്ന ഒരു റോളായിട്ട് ആക്ട് ചെയ്യണം. അതായത് ഒരു മോണിറ്റർ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അല്ലെ? നിരീക്ഷകരായിരിക്കണം. ഡിസമിനേറ്റർ, എന്തായിരിക്കും ഒരു ഡിസമിനേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രചരിപ്പിക്കുന്നവർ അല്ലെങ്കിൽ അതെ, പ്രചരിപ്പിക്കുന്ന ആളാണ്. എന്നാൽ പോലും അവിടെ ഒരു ഡിസമിനേറ്റർ എന്നതുകൊണ്ട് എന്ത് പ്രചരിപ്പിക്കുന്ന ആളായിരിക്കും? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ടീച്ചറിനെ എടുക്കാം. ടീച്ചർ ഏതൊരു ഡിസമിനേറ്റർ ആണ്? ഏത് ഡിസമിനേറ്റർ ആണ് ടീച്ചർ എന്ന് പറയുന്നത്? മൂന്നെണ്ണം പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടി പറയാം ട്ടാ. ടീച്ചർ ഈസ് എ ഡിസമിനേറ്റർ ഓഫ് എന്താണ്? എന്തിനാ ഡിസമിനേറ്റർ? എന്ത് പ്രചരിപ്പിക്കുന്ന വ്യക്തിയാണ് ഒരു ടീച്ചർ? എന്താണ് ഇവിടെ ഒന്നും റിപ്ലൈ ഇല്ലാത്തത്? എന്താണ് ടീച്ചർ പ്രചരിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ടീച്ചർ എന്താണ് പകർന്നു നൽകുന്നത്? നോളജ് അല്ലെ? നോളജ്, ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നോളജ്, അറിവാണ് പകർന്നു നൽകുക അല്ലെ? അപ്പൊ ഇവിടെ ടീച്ചർ പ്രചരിപ്പിക്കുന്നത് അറിവാണ്. അതുപോലെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അറിവുകൾ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾക്കറിയാവുന്ന ഇൻഫർമേഷൻസ് നമ്മുടെ കീഴിലുള്ള ആളുകളിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാകുക. മനസ്സിലായോ? സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്? വക്താവ് എന്ന് മലയാളത്തിൽ പറയും. സ്പോക്സ് പേഴ്സൺ എന്ന് പറയുമ്പോ എന്താണ്? ഒരു വക്താവ് അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന് നമുക്ക് പറയാം അല്ലെ? നമ്മളെ റെപ്രസെന്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ആ സ്ഥാപനത്തിനെ റെപ്രസെന്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പൊ ഇൻഫർമേഷണൽ റോൾസിൽ എന്തൊക്കെയാ പറഞ്ഞത്? മോണിറ്റർ ചെയ്യുന്നത്, നല്ലൊരു നിരീക്ഷകനായിട്ട് പ്രവർത്തിക്കുക, ഡിസെമിനേറ്റർ അല്ലെ, നല്ലൊരു പ്രചരിപ്പിക്കുന്നവനായിട്ട് പ്രവർത്തിക്കുക, അതുപോലെ ഒരു സ്പോക്സ് പേഴ്സൺ, നല്ലൊരു റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഒരു വക്താവായിട്ട് നിന്ന് പ്രവർത്തിക്കുക. ക്ലിയർ ആണോ? മൂന്നാമത്തത് ഡിസിഷണൽ റോൾ, തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട റോള് അല്ലെ? വളരെ എന്തൊക്കെ പറയാം? എന്റർപ്രണർ ആയിട്ട്. എന്താണ് ഒരു എന്റർപ്രണർ എന്ന് പറയുന്നത്? ഒരു സംരംഭകൻ എന്ന നിലയിൽ പ്രവർത്തിക്കണം അല്ലെ? നമ്മുടെ സ്ഥാപനമാണ്, എന്റെ സ്ഥാപനമാണ്, ഞാനാണ് ഇവിടുത്തെ സംരംഭകൻ. അപ്പൊ നമ്മുടെ ഒരു സ്ഥാപനമാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന്റെ മാക്സിമം നമ്മുടെ എഫേർട്ട് കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കില്ലേ? പ്രവർത്തിക്കോ?
ചെയ്യും. അപ്പൊ അതേ രീതിയിൽ തന്നെ ഇവരും പ്രവർത്തിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? എന്താണ് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ എന്ന് പറയുന്നത്? എന്താണ് ഒരു ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ? എന്തായിരിക്കാം? എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടീസോ കാര്യങ്ങളോ അല്ലെ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ വരുമ്പോ അതിനെതിരെ കൃത്യമായ ആക്ഷൻസ് അല്ലെങ്കിൽ നടപടികൾ എടുക്കുക, കറക്റ്റ് പ്രവർത്തനങ്ങൾ ആക്ഷൻസ് നടപടികൾ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അല്ലെ. ആ റിസോഴ്സ് അലോക്കേറ്റഡ് എന്താണ്? മതിയായ വിഭവങ്ങൾ അനുവദിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇപ്പൊ അവർക്ക് ജീവനക്കാർ കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റാഫുകളെ നിയമിക്കണം. ഇപ്പൊ എക്യുപ്മെന്റ്സോ ഉപകരണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ കുറവാണെങ്കിൽ അത് അനുവദിച്ചു നൽകുന്ന വ്യക്തിയായിരിക്കണം. ആ നെഗോഷിയേറ്റർ ആരാണ്? ഒരു നെഗോഷിയേറ്റർ എന്ന് പറയുന്നത് ഇടനിലക്കാരൻ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനായി നിന്നും പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കണം. അതൊക്കെ ഡിസിഷണൽ റോൾസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിൽ 3 റോളുകളാണ് വരുന്നത്. ഇന്റർപേഴ്സണൽ റോൾസ്, ഇൻഫർമേഷണൽ റോൾസ്, ഡിസിഷണൽ റോൾസ്. അതിൽ ഇന്റർപേഴ്സണൽ റോൾസിൽ വരുന്നതാണ് ഫിഗർ ഹെഡ്, തലവനായിട്ട് പ്രവർത്തിക്കുക, ഒരു ലീഡറായിട്ട് അല്ലെങ്കിൽ നേതാവായിട്ട് പ്രവർത്തിക്കുക, ലയേഴ്സ് അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധം ഉണ്ടാക്കുന്ന ആളായിട്ട് പ്രവർത്തിക്കുക. ദെൻ ഇൻഫർമേഷണൽ റോൾസിൽ വരുന്നത് മോണിറ്റർ, ഡിസെമിനേറ്റർ, സ്പോക്സ് പേഴ്സൺ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ നിരീക്ഷകനായിട്ടിരിക്കുക. ആ ഡിസെമിനേറ്റർ ഒരു പ്രചരിപ്പിക്കുന്ന ആളല്ലേ, പ്രചാരകനായി പ്രചരിപ്പിക്കുന്ന ആളായിട്ടിരിക്കുക. സ്പോക്സ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അതൊരു വക്താവ് അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന നിലയിൽ പ്രവർത്തിക്കുക. ദെൻ ഡിസിഷണൽ റോൾസിൽ എന്തൊക്കെയാ വരുന്നത്? ഒരു എന്റർപ്രണർ സംരംഭകൻ, അതുപോലെ ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ അല്ലെ, ഡിസ്റ്റർബൻസ് ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തി. എന്താ വെച്ചാൽ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടായാൽ അതിനെ ഉടനടി തന്നെ കറക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ ആക്ഷൻസ് അവിടെ നടപ്പിലാക്കാൻ ഇവർക്ക് കഴിവുണ്ടായിരിക്കണം. ആ റിസോഴ്സ് അലോക്കേഷൻ മതിയായ വിഭവങ്ങൾ നൽകുന്ന ആളായിരിക്കണം. ആ നെഗോഷിയേറ്റർ ഇടനിലക്കാരൻ അല്ലെങ്കിൽ മധ്യസ്ഥൻ എന്ന നിലയിലോ നമ്മളിവിടെ റോൾസ് പങ്കിടേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവർ ചെയ്യേണ്ട റോൾസ് ആണ്. ക്ലിയർ ആണോ? ഇന്റർപേഴ്സണൽ റോൾസും ഇൻഫർമേഷണൽ റോൾസും ഡിസിഷണൽ റോൾസും ഇനി പറയണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. നെക്സ്റ്റ് പറയുന്നത് സ്കിൽസ് നീഡഡ്. എന്തൊക്കെ സ്കിൽസ് ആണ് ആവശ്യമായി? റിസോഴ്സ് അലോക്കേറ്റർ എന്ന് പറഞ്ഞാല് റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങൾ അനുവദിക്കുന്ന ആളെന്നുള്ളത്. അതായത് ഇപ്പൊ ആ ഒരു സ്ഥാപനത്തിൽ ചിലപ്പോ ജീവനക്കാരുടെ എണ്ണം കുറവായിരിക്കും. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ നൽകണമെങ്കിൽ ആവശ്യമായ ജീവനക്കാരെ അവർ അനുവദിച്ച് നൽകണം അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള കഴിവുള്ള ഒരാളായിരിക്കണം അല്ലെങ്കിൽ അതിന്റെ ഇതായിട്ടുള്ള ആ ഒരു റോൾ ചെയ്യുന്ന ആളായിരിക്കണം. അതുപോലെ ചിലപ്പോ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ആണ് വേണ്ടതെങ്കിൽ അത് അനുവദിക്കുക. അങ്ങനെയുള്ള വിഭവങ്ങൾ അനുവദിച്ച് നൽകുന്ന ആളുകളാണ് ഉദ്ദേശിക്കുന്നത്. സ്കിൽസ് നീഡ്. ഇപ്പൊ ഈ ഒരു ജോലി ചെയ്യാനായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു ജോലി ചെയ്യാനായിട്ട് അവർക്ക് ആവശ്യമുള്ള സ്കിൽസ് എന്തൊക്കെയാണ് നോക്കിയ? ഫസ്റ്റ് വണ്ണാണ് ടെക്നിക്കൽ സ്കിൽസ്. അതിലെന്തൊക്കെയാ പറയുന്നത്? നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോക്കി വെക്കണം കേട്ടോ. ടെക്നിക്കൽ സ്കില്ലിൽ വരുന്നത് നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. ഒരു പ്രത്യേക ഫീൽഡില് ഒരു പ്രത്യേക മേഖലയില് ഒരു അറിവ് അല്ലെങ്കിൽ ഒരു പ്രാവീണ്യവും അവർക്ക് ഉണ്ടായിരിക്കണം. ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഒരു അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട ഒരു സ്കില്ലാണ് ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുന്നത്. അതിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. ഒരു പ്രത്യേക മേഖലയിൽ ഒരു പ്രാവീണ്യം അല്ലെങ്കിൽ ഒരു അറിവും അതുപോലെ എക്സ്പെർട്ടൈസ് പ്രാവീണ്യം അല്ലെങ്കിൽ ഒരു വൈദഗ്ധ്യവും അവർക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? രണ്ടാമത് ഹ്യൂമൻ സ്കിൽസ്. എന്താണ് ഹ്യൂമൻ സ്കിൽസിൽ വരിക? ദ പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ. മറ്റുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിൽ കൂടിച്ചേർന്നുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് വേണം അല്ലെ. ഇപ്പൊ ഏതൊരു സ്ഥാപനത്തിലും അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിലല്ലേ നമുക്ക് അവിടെ സ്ഥിരമായിട്ട് നിലനിർത്തി പോകാൻ പറ്റുള്ളൂ. മറ്റുള്ള ആളുകളുമായിട്ട് ആ സ്ഥാപനത്തിലെ മറ്റുള്ള ആളുകളുമായിട്ട് നന്നായി ഇടപഴകി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോവാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. അതാണ് ഹ്യൂമൻ സ്കില്ലിന് വരുന്നത്. മൂന്നാമത്തത് കോൺസെപ്ച്വൽ സ്കില്ല്. എന്തായിരിക്കും? മനസ്സിലാക്കിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്
അല്ലെ, നമ്മുടെ മനസ്സിലാക്കല്. എന്തൊക്കെ കാര്യങ്ങൾ, കപ്പാസിറ്റി ടു തിങ്ക് ആൻഡ് ജസ്റ്റിഫൈ അബൌട്ട് അബ്സ്ട്രാക്ട് ആൻഡ് കോംപ്ലക്സ് സിറ്റുവേഷൻസ് വിച്ച് കൺസേൺസ് ദ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ എന്താ, അവിടെ ഇന്റൻസീവ് ആണ്, അതായത് വളരെ സങ്കീർണമായിട്ടുള്ള എന്തെങ്കിലും ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ വന്നിട്ട് ആ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് അതൊരു സ്ഥാപനമാണ്. നമ്മൾ ഏത് സ്ഥാപനത്തിനാണോ വർക്ക് ചെയ്യുന്നത്, ഒരു ഹോസ്പിറ്റലാണല്ലോ, അപ്പൊ ഹോസ്പിറ്റലില് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരു സങ്കീർണമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ആ സിറ്റുവേഷനില് വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ നിഗൂഢമായിട്ടോ അല്ലെങ്കിൽ വളരെ ഇന്റൻസീവ് ആയിട്ട് തിങ്ക് ചെയ്ത് വളരെ ആഴത്തിൽ അതിനെ ഇറങ്ങിച്ചെന്ന് ചിന്തിച്ച് അതിനൊരു തീരുമാനം അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ടുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? ആർക്കാണ് ഉണ്ടാകേണ്ടത്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അപ്പൊ കോൺസെപ്ച്വൽ സ്കിൽ നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റിയാണ്. നമ്മൾ എത്രത്തോളം ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് എത്രത്തോളം നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി നൽകുന്നു. അപ്പൊ സ്കിൽസ് നീഡഡിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? 3 സ്കിൽസ് ആണ് പ്രധാനമായിട്ടും വേണ്ടത്. ടെക്നിക്കൽ സ്കില്ല്, ഹ്യൂമൻ സ്കില്ല്, കോൺസെപ്ച്വൽ സ്കില്ല്. അതിൽ ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മേഖലയെ കുറിച്ച് വളരെയധികം നോളജും അതുപോലെ വൈവിധ്യം അല്ലെങ്കിൽ പ്രാവീണ്യവും അവർക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത് ഹ്യൂമൻ സ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് ആളുകളുമായിട്ടും മിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്തി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ജോലി ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. മൂന്നാമത്തത് കോൺസെപ്ച്വൽ സ്കിൽസിൽ പറയുന്നത് ദ കപ്പാസിറ്റി ടു തിങ്ക്. അതിന് ആ ഒരു പ്രോബ്ലം, അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സങ്കീർണമായ സിറ്റുവേഷൻ വരുമ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ വന്നത്, അതിനെ കുറച്ചും കൂടി ഇന്റൻസീവായിട്ട് തീവ്രമായിട്ട് അല്ലെങ്കിൽ നിഗൂഢമായിട്ട് അതിനെ കുറിച്ച് ചിന്തിച്ച് അതിനനുസരിച്ച് ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി നൽകാനായിട്ട് ഈ പറയുന്ന ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഒരു കഴിവും ഉണ്ടായിരിക്കണം. മേഘ ഒന്ന് വായിച്ചു നോക്കിയ സ്കിൽസ് നീഡഡ് എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സ്കിൽസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാനുള്ള ഭാഗമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. Hospital administration is all about running the department in a smooth manner. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ശരിക്കും എന്താണ്? ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും വളരെ സുഗമമായിട്ട് നടത്തിക്കൊണ്ടുപോവുക. റണ്ണിങ് ദ ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി നടപ്പിലാക്കുക എന്നതാണ് ശരിക്കും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓൾദോ some roles may involve direct patient care and may hospital administrators maintain little to no patient contact. അതായത് ചില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്ത് റോൾ പ്ലേ ചെയ്യുമ്പോൾ ഡയറക്റ്റ് പേഷ്യന്റ് കെയർ, നേരിട്ട് ചിലപ്പോൾ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിൽ ഉൾപ്പെടേണ്ടതായിട്ട് വരാം. എന്നാൽ ചില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് പേഷ്യൻസുമായിട്ട് ചിലപ്പോ ചെറിയ രീതിയിലോ അല്ലെങ്കിൽ ചിലപ്പോ യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടായിരിക്കുന്നതുമില്ല. അത് ആ ഹോസ്പിറ്റൽസിനനുസരിച്ചാണ്, അവരുടെ ജോലിയും ആ ഹോസ്പിറ്റൽസിനനുസരിച്ചുള്ള ഫെസിലിറ്റികൾ അനുസരിച്ച് വ്യത്യാസപ്പെടാം. ചിലർക്ക് ഡയറക്റ്റ് പേഷ്യന്റ് കെയറിൽ ഇൻവോൾവ് ചെയ്യേണ്ടി വരും, ചിലർക്ക് ചിലപ്പോ പേഷ്യൻസുമായിട്ട് യാതൊരു കോണ്ടാക്റ്റിന് പോവേണ്ടതായിട്ടും വരാറില്ല. They may have a variety of responsibilities like managing finances. ഇനി ഇവർക്കുള്ള പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത് കേട്ടോ, അത് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ലൈക്ക് മാനേജിങ് ഫിനാൻസസ്, ഫിനാൻസ് അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന. എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് മീൻസ് റെഗുലേറ്ററി നീഡ്സ് ആൻഡ് ഹയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്.
ഇനി എന്താ, ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കുറെ നിയന്ത്രണങ്ങളുണ്ട് അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ പാലിക്കേണ്ടതായിട്ടുള്ള കുറെ നിയന്ത്രണങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ആ ഡിപ്പാർട്ട്മെന്റുകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. മൂന്നാമത് ഹയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്, നല്ല ഗുണനിലവാരമുള്ള നല്ല യോഗ്യതയുള്ള ജീവനക്കാരെ നിയമിക്കുക. ഇത് മൂന്നും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് മാനേജിംഗ് finances, ensuring the department meets regulatory needs and hiring high quality staff. Then these professionals can find work in a variety of healthcare organizations. ഈ പറയുന്ന പ്രൊഫഷണൽസ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽസിന് അവർക്ക് പല വെറൈറ്റി ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം, ക്ലിനിക്സിൽ വർക്ക് ചെയ്യാം, കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെന്റ് ഏജൻസികളിലും വർക്ക് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? എന്താണ് ആ ഒരു പാരഗ്രാഫ് പറഞ്ഞത് കൂടി പറയാൻ ശ്രദ്ധിക്കാം. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റ്, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു അഡ്മിനിസ്ട്രേഷനെ വെച്ചിരിക്കുന്നതെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി നടപ്പിലാക്കുക എന്നതാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന ഉത്തരവാദിത്തം. അതൊരു ഹോസ്പിറ്റൽ എന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ ബേസ് ചെയ്താകുമ്പോൾ ആ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ സുഗമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന രീതിയിലുള്ള ഒരു ഭരണമാണ്. ഇവിടെ എന്താണ്, ചില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻസിന് കൊടുക്കുന്ന നേരിട്ടുള്ള പരിചയങ്ങളിൽ ഉൾപ്പെടേണ്ടതായിട്ട് വരാം. എന്നാൽ ചില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് അങ്ങനെ നേരിട്ടോ അല്ലെങ്കിൽ യാതൊരുവിധ പേഷ്യന്റ് കോണ്ടാക്റ്റുകളോ കാര്യങ്ങളോ ചിലപ്പോൾ ഉണ്ടാവണമെന്നുമില്ല. അത് അവരുടെ ഡ്യൂട്ടി, അത് ഓരോ ഹോസ്പിറ്റലിനനുസരിച്ച് ഇതിന് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. They may have variety of responsibilities. ഇവർക്കുള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ആ സ്ഥാപനത്തിലെ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യണം. അതുപോലെ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും പാലിക്കേണ്ടതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് അവർ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. മൂന്നാമത് ഒരു ഉയർന്ന നിലവാരമുള്ള അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള നല്ല സ്റ്റാഫുകളെ നിയമിക്കുകയും ചെയ്യുക. ഇതെല്ലാം ആരുടെ റെസ്പോൺസിബിലിറ്റി പ്രധാനമായിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ഈ പ്രൊഫഷണൽസിന് പല വെറൈറ്റി ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യാം. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം, ക്ലിനിക്സിൽ വർക്ക് ചെയ്യാം, കോർപ്പറേഷൻസിൽ വർക്ക് ചെയ്യാം, ഗവൺമെന്റ് ഏജൻസികളിലും വർക്ക് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ ആ പാരഗ്രാഫ്? ഓക്കെ ആണോ? Then next, the hospital administrators coordinate all departments within a healthcare facility to make sure that they function as a whole. ഇനി ഇവിടെ എന്താ, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അവർ ആ ഹോസ്പിറ്റലിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏകോപിപ്പിക്കുന്നത് വിത്തിൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഏതൊരു സ്ഥാപനത്തിനുള്ളിലെയും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്നത്, ഏകോപിപ്പിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദേ ഫങ്ഷൻ ആസ് എ ഹോൾ. എന്താണ്, അത് മൊത്തത്തില് ഒരു ഹോളായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ഫങ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ മൊത്തത്തിലായിട്ട് അത് പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ അത് ഉറപ്പുവരുത്തണം. അതായത് ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യല്ല വേണ്ടത്, ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി മൊത്തത്തിൽ ഹോളായിട്ട് അത് മൊത്തത്തിൽ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഒരേപോലെ ഒരുമിച്ച് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് ചെയ്യേണ്ടത്. അതാണ് കോർഡിനേറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് വിത്തിൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിനുള്ളിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു ഇമ്പാക്ട്, അതായത് ആ ഹോസ്പിറ്റൽ എന്ന ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഉറപ്പുവരുത്തുകയാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. Then their proficiency is needed to execute, plan, organize
direct and monitor the outcomes of medical and health services. ഇനി എന്താ ഇവരുടെ ആ ഒരു പ്രൊഫഷൻസി അല്ലെങ്കിൽ കഴിവ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകൾ ആ സ്ഥാപനം കൊടുക്കുന്ന മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകളെ എക്സിക്യൂട്ട് ചെയ്യുക, പലതരത്തിലുള്ള പ്ലാനുകൾ ആസൂത്രണം ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യുക, അത് ഡയറക്ട് ചെയ്യുക, അത് മോണിറ്റർ ചെയ്യുക, നടപ്പിലാക്കുക മുതലായ എല്ലാ കാര്യങ്ങളിലും ഇവർക്കൊരു കഴിവുണ്ടായിരിക്കും. The role of a hospital administrators differ from one institution to the another. ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലി അല്ലെങ്കിൽ പങ്കാളിത്തം അല്ലെങ്കിൽ റോൾ എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാ സ്ഥാപനത്തിലും ഇവരുടെ റോൾ എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല. എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എടുക്കുമ്പോൾ അതിനുള്ളിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു മൊത്തത്തിലുള്ള ഒരു സ്ഥാപനമായി കൺസിഡർ ചെയ്ത് അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. രണ്ടാമത് പറഞ്ഞത് ഇവരുടെ ഒരു കഴിവെന്ന് പറയുന്നത് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകളിലെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യുക, അത് നടപ്പിലാക്കുക, അത് ഡയറക്ട് ചെയ്യുക, അതുപോലെ നല്ല രീതിയിൽ മോണിറ്ററിംഗ് ചെയ്യുക, നിരീക്ഷണങ്ങൾ നടത്തുക. ഈ ഓരോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെയും റോൾ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് നോക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കും. ക്ലിയർ ആണോ? ഇൻട്രഡക്ഷൻ ഭാഗം ഓക്കെ ആണോ? ഓക്കെ, അതിൽ വരുന്ന പോയിന്റ്സ് ആണ്. ഒന്നാമത്തത് സെർവിങ് ആസ് കോണ്ടാക്ട്. ഈ പോയിന്റ്സ് ചോദിക്കാറുണ്ട് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഈ പോയിന്റ്സ്. Serving as contact among governing boards, medical staff and department heads. എന്താ ഇവിടെ ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുക. ആരൊക്കെയായിട്ടാണ് ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടത്? ഗവേണിംഗ് ബോർഡ്സ്, അവിടുത്തെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട്, മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട്, അതുപോലെ അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഹെഡ് അല്ലെങ്കിൽ തലവന്മാരുമായിട്ടൊക്കെ ഒരു നല്ല ബന്ധം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാക്കി വെക്കുക. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ഒരു നല്ലൊരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു സമ്പർക്കം ഇവര് പുലർത്തേണ്ടതാണ്. ആരൊക്കെയായിട്ടാണ്? ഗവേണിംഗ് ബോർഡ്സ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ഭരണസമിതിയുമായിട്ട്, മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളുമായിട്ട് നല്ലൊരു സമ്പർക്കം ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പുലർത്തണം. രണ്ടാമത് റിക്രൂട്ടിംഗ്, ഹയറിംഗ് ആൻഡ് അസസിംഗ് നഴ്സസ്, ഡോക്ടേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പൊ നഴ്സസിന്റെയോ ഡോക്ടേഴ്സിന്റെയോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെയോ ഒക്കെ എന്തെങ്കിലും ഒരു വേക്കൻസി ഒക്കെ വന്നാല് അത് ഉടനെ തന്നെ അവർക്ക് ആവശ്യമായ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകൾ നടത്തുക, അവരെ അതിലേക്ക് എന്താണ് നിയമനങ്ങൾ നടത്തുക, അസസിംഗ്, നിയമങ്ങൾ നടത്തിയാൽ മാത്രം പോരാ, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുകയും ചെയ്യുക. ആരുടെയൊക്കെയാണ്? നഴ്സസിന്റെ, ഡോക്ടേഴ്സിന്റെ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെയും റിക്രൂട്ട്മെന്റ്, അവരുടെ നിയമനം, അതുപോലെ തന്നെ അത് നിയമിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യണം. മൂന്നാമത്തത് ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, controlling and coordinating services as directed by the hospital board. Hospital board നിർദ്ദേശപ്രകാരം ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും, അതായത് എല്ലാ കാര്യങ്ങളും ആ ഹോസ്പിറ്റൽ ബോർഡ് എന്താണോ നിർദ്ദേശിച്ചിട്ടുള്ളത് ആ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകുക, കൃത്യമായ നിയന്ത്രണങ്ങൾ നൽകുക, കൃത്യമായ രീതിയിലുള്ള കോർഡിനേഷൻസ് അല്ലെങ്കിൽ ഏകോപനങ്ങളും നൽകുക. Then supervising the creation and implementation of programs and policies for patient services, quality assurance, public relations outreach and departmental activities. Supervising the creation of implementation of programs and policies. അതായത് പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ, ക്വാളിറ്റി അഷുറൻസ്, ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ ഔട്ട്റീച്ച്, നല്ലൊരു പബ്ലിക് റിലേഷൻസ് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളും പോളിസികളും ആൻഡ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള പോളിസികളും പ്രോഗ്രാമുകളും ക്രിയേറ്റ് ചെയ്യുക, അത് ഉണ്ടാക്കിയെടുക്കുകയും അതവിടെ നടപ്പിലാക്കുകയും ചെയ്യുക, സൂപ്പർവൈസ് ചെയ്ത് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ലാസ്റ്റ് പറയുന്നത്
advancing and expanding programs and services for scientific research and preventive medicine. റിസർച്ചുകൾ അതായത് ഹോസ്പിറ്റലില് സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള റിസർച്ചുകൾ, അതുപോലെ തന്നെ എന്താ പ്രിവെന്റീവ് ആയിട്ടുള്ള മെഡിസിൻസ്, പ്രതിരോധപരമായിട്ടുള്ള മരുന്നുകളുടെ വിതരണങ്ങള്, നല്ല രീതിയിലുള്ള ശാസ്ത്രീയമായ റിസർച്ചുകൾ മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അഡ്വാൻസിങ് ആയിട്ടുള്ള വിപുലീകരിച്ചിട്ടുള്ള എക്സ്പാൻഡഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും സർവീസുകളും കൊണ്ടുവരികയും ചെയ്യുക. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളുകളാണ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ ഒന്നാമത്തിൽ എന്താ പറയുന്നത്, ആ സ്ഥാപനത്തിലെ ഗവേണിംഗ് ബോർഡ്സ് അല്ലെങ്കിൽ ഭരണസമിതിയുമായിട്ട് മറ്റു മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളുമായിട്ട് നല്ലൊരു സമ്പർക്കം പുലർത്തുക. രണ്ടാമത്തത് അവിടെ എന്താണ്, ഏത് വേക്കൻസി ആണോ വരുന്നത്, ചിലപ്പോൾ നഴ്സസ് ആയിരിക്കും കുറവ്, ഡോക്ടേഴ്സ് ആയിരിക്കും കുറവ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് കുറവ്. അങ്ങനെയുള്ള എല്ലാ ആളുകളുടെയും റിക്രൂട്ട്മെന്റും അവരെ നിയമിക്കലും അതുപോലെ നിയമനം കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യേണ്ട റോളാണ്. മൂന്നാമത് ആ ഒരു ഹോസ്പിറ്റൽ ബോർഡ് നൽകുന്ന നിർദ്ദേശപ്രകാരമുള്ള എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുക, ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക, നിയന്ത്രണങ്ങൾ നൽകുക, എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുക. Then supervising the creation and implementation of program and policy. അതായത് പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട പോളിസിയും പ്രോഗ്രാമുകളുമാകാം. ക്വാളിറ്റി അഷുറൻസ്, ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട എന്താണ് പോളിസിയും പ്രോഗ്രാമുകളുമാകാം. അല്ലെങ്കിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ വ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാവാം. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പോളിസികളോ പ്രോഗ്രാമുകളോ ഒക്കെ ആണെങ്കിൽ അത് നടപ്പിലാക്കുക, അതുപോലെ അത് രൂപീകരിക്കണം, അത് ക്രിയേറ്റ് ചെയ്യണം, അതിനുശേഷം അത് നടപ്പിലാക്കണം, അത് ആവശ്യമായ സൂപ്പർവൈസിങ് അല്ലെങ്കിൽ മേൽനോട്ടങ്ങളും വഹിക്കണം. ലാസ്റ്റ് പറയുന്നത് അഡ്വാൻസിങ് ആൻഡ് എക്സ്പാൻഡിങ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ. അതായത് റിസർച്ച് ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റലിലുള്ള റിസർച്ചുകൾ, വളരെ ശാസ്ത്രീയപരമായിട്ടുള്ള റിസർച്ചുകൾക്കും പ്രിവെന്റീവ് മെഡിസിൻസ് അല്ലെങ്കിൽ പ്രതിരോധപരമായ മരുന്നുകൾ കൊടുക്കുന്നതിന് ആവശ്യമായ റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് അഡ്വാൻസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ആ സ്ഥാപനത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കി. ആ റോൾസ് എന്തെങ്കിലും പോയിന്റ്സ് എക്സ്ട്രാ പറയണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. വേഗം വായിച്ചിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഹയറിംഗ് എന്ന് പറഞ്ഞ നിയമനം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചോ? ഇല്ല അല്ലെ, പഠിച്ചിട്ടില്ലല്ലോ. അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. തിരഞ്ഞെടുക്കുക, നിയമിക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടോ? ചോദിക്കാറുണ്ട് കേട്ടോ, ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ടേ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. Hospital administrators have to stay current on any laws and regulations that affect the healthcare or hospital industry as well as medical and technological progress. So, the hospital administrator has to stay current on any laws and regulations. അതായത് അവിടെ നമ്മുടെ മെഡിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ പ്രോസസ്സ്, നമ്മുടെ വൈദ്യശാസ്ത്രപരവും അല്ലെങ്കിൽ സാങ്കേതികപരവുമായിട്ടുള്ള ഒരു പുരോഗതിയെ ബാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ
ഹോസ്പിറ്റലിനെ ബാധിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടെങ്കിൽ അത് ആര് മുറുകെ പിടിക്കണം എന്നാ പറയുന്നത്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുറുകെ പിടിക്കണം. അപ്പൊ എന്തുമായി ബന്ധപ്പെട്ടും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മുടെ സ്ഥാപനങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ചിലപ്പോൾ വൈദ്യശാസ്ത്രപരമായിട്ടാവാം, സാങ്കേതികപരമായിട്ടുള്ള പുരോഗതിയുമായി ബന്ധപ്പെട്ടുള്ളതാവാം, അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളോ നിയന്ത്രണങ്ങളോ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ആരാണ് മുറുകെ പിടിക്കുന്നത്, ആരാണ് അതിൽ ഊന്നൽ കൊടുക്കേണ്ടത്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അതിന് പ്രാധാന്യം നൽകണം. ആ ബിസിനസ് ലീഡർ, ഒരു ബിസിനസ് ലീഡർ അല്ലെങ്കിൽ ഒരു ബിസിനസ് നേതാവ് എന്ന നിലയിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മസ്റ്റ് ഓവർസീ, അവർ മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളാണ് താഴെ പറയുന്നവ. ഇതിൽ ഒന്നാമത്തതാണ് ലോങ് ടേം പ്ലാൻ. ഒരു ദീർഘകാല ആസൂത്രണം ചെയ്യണം. ഒരു ഹോസ്പിറ്റലാകുമ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം, എത്ര വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ഒരു ആസൂത്രണം നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ ഒരു ലോങ് ടേം ആയിട്ടുള്ള സർവീസുകൾ അല്ലെങ്കിൽ പ്ലാനിങ് ആണ് വേണ്ടത്. കാരണം എന്താ, ഒരു സർവീസ് കൊണ്ടുവരുന്നു, അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ അവിടെ നടത്തുന്നു. അത് ചിലപ്പോൾ ഒരു 1-2 മാസത്തേക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ആണോ? 1-2 ദിവസത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല, അത് കുറച്ച് അധികം നാൾ അല്ലെങ്കിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഒരു ലോങ് ടേം ആയിട്ടുള്ള രീതിയിൽ, അപ്പൊ ദീർഘകാല രീതിയിൽ അല്ലെങ്കിൽ ദീർഘകാല ആസൂത്രണം എപ്പോഴും ഈ പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വേണം. അപ്പൊ അങ്ങനെ ഒരു ലോങ് ടേം പ്ലാനിങ് അവിടെ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. എന്തിന്റെ രീതിയിൽ? ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ കേട്ടോ. ദെൻ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് എന്താണ് ബഡ്ജറ്റുകൾ. അതുപോലെ ഒരു ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട്, പ്രവർത്തന ലക്ഷ്യങ്ങൾ അല്ലെ, പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കൃത്യമായ ലക്ഷ്യങ്ങൾ തയ്യാറാക്കുന്നുണ്ടോ, ബഡ്ജറ്റുകൾ കൃത്യമായിട്ട് അവിടെ തയ്യാറാക്കി നടപ്പിലാക്കുന്നുണ്ടോ എന്നൊക്കെ മേൽനോട്ടം നൽകുക. മൂന്നാമത്തത് സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസുകൾ. വളരെ നല്ല ചിട്ടയായിട്ടുള്ള മെഡിക്കൽ സർവീസുകളുടെ വിതരണം ആ സ്ഥാപനത്തിൽ നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ, സാമ്പത്തികപരമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൃത്യമാണോ, അവിടെ എല്ലാ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണോ നടക്കുന്നത്, മതിയായ ഫണ്ടുകൾ കാര്യങ്ങൾ എല്ലാത്തിനും അവിടെ മതിയായിട്ടുള്ള ഫണ്ടും കാര്യങ്ങളും ഉണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തൽ നടക്കണം. ആൻഡ് ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്, ഹോസ്പിറ്റലിൽ വരുന്ന പോളിസികളിൽ വരുന്ന മാറ്റങ്ങളോ ആര് വിലയിരുത്തണം, മേൽനോട്ടം വഹിക്കേണ്ടതായിട്ടുണ്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങൾ. ഒരു ബിസിനസ് ലീഡർ എന്ന നിലയ്ക്ക് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് ലോങ് ടേം പ്ലാനിങ്, ഹോസ്പിറ്റലിനെ കുറിച്ച് ദീർഘകാലം ആസൂത്രണം നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കണം. രണ്ടാമത്തത് പ്രവർത്തന ലക്ഷ്യങ്ങള്, ബഡ്ജറ്റുകള് മുതലായവ തയ്യാറാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുക. ദെൻ ഒരു വളരെ ചിട്ടയായിട്ടുള്ള രീതിയിലുള്ള മെഡിക്കൽ സർവീസുകളുടെ വിതരണമാണോ അവിടെ നടക്കുന്നത് എന്ന് എന്ത് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. ദെൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ, സാമ്പത്തികപരമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് അവിടെ ചെയ്യുന്നുണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക. ഹോസ്പിറ്റൽസിൽ വരുത്തുന്ന പോളിസികളിലെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ടോ, ഇതെല്ലാം മേൽനോട്ടം വഹിക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. എന്തെന്ന നിലയ്ക്കാണ്? ഒരു ബിസിനസ് ലീഡർ എന്ന നിലയ്ക്കാണ് അവരിത് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. പോയിന്റ്സ് ഇതിലും ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. പ്രത്യേകമായിട്ട് ചോദിക്കും. ഒരു ബിസിനസ് ലീഡർ എന്ന നിലയ്ക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓവർസീ ചെയ്യേണ്ട അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, വേഗം ഒന്ന് വായിച്ചു നോക്കിയേ.
വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ. So next, the strong interpersonal skills are needed when overseeing and mentoring staff, interacting with the community, and cooperating with governing boards. അപ്പൊ നല്ലൊരു strong interpersonal skill അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിഗത കഴിവ് ഈ പറയുന്ന ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. അതിന്റെ ആവശ്യകത എന്താണ്? when overseeing and mentoring staff, അവിടെയുള്ള ജീവനക്കാരെ മെന്റർ ചെയ്യുക, അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴോ അവരെ മേൽനോട്ടം വഹിക്കുമ്പോഴും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർപേഴ്സണൽ സ്കിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഇന്ററാക്ടിംഗ് വിത്ത് കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റിയിലും സമൂഹവുമായിട്ട് ഇടപെടലുകൾ നടത്തുമ്പോഴോ ഈ പറയുന്ന നല്ലൊരു വ്യക്തിഗത കഴിവുണ്ടായിരിക്കണം. ആൻഡ് കോപ്പറേറ്റിംഗ് വിത്ത് ഗവേണിംഗ് ബോർഡ്സ്, ഭരണസമിതിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സഹകരിക്കുമ്പോഴും ഈ പറയുന്ന ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർപേഴ്സണൽ സ്കിൽസ്, വ്യക്തിഗത കഴിവ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രധാന ജോബുകളാണ്. ഇൻ ബിസൈഡ്സ് ടു ഹോസ്പിറ്റൽ വിച്ച് മേ റേഞ്ച് ഫ്രം സ്മോൾ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ ടു മാസീവ് മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റം. അല്ലെ, നമ്മളൊരു ഹോസ്പിറ്റലിന്റെ ഒരു സിസ്റ്റം എടുത്താൽ എങ്ങനെയാ, ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലുകൾ മുതൽ ഒരു വലിയ രീതിയിലുള്ള ഒരു മാസീവ് ആയിട്ടുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ വരെയും നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. അല്ലെ, ചെറിയൊരു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരെയും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലെയും അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഇവർക്ക് ഈ പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസുമായിട്ട് എന്തൊക്കെ വർക്കുകൾ അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഇവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തത് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റികൾ. എന്താണ് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി? എന്താണ് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി? പുനരധിവാസ കേന്ദ്രങ്ങൾ, അല്ലെ, പുനരധിവാസ കേന്ദ്രങ്ങള്, നമ്മുടെ ഫിസിയോതെറാപ്പി സെന്ററുകൾ, ഈ അഡിക്ഷൻ സെന്ററുകൾ മുതലായിട്ടുള്ള റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ പുനരധിവാസം നൽകുന്ന കേന്ദ്രങ്ങളിൽ ഇവർക്ക് വർക്ക് ചെയ്യാം. ജസ്റ്റ് ആ പേരുകൾ മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ, എന്താണെന്നൊന്നും ചോദിക്കില്ല. ജസ്റ്റ് മിസ് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ആംബുലേറ്ററി കെയർ സെന്ററുകൾ. എന്താണ് ആംബുലേറ്ററി കെയർ സെന്ററുകൾ എന്ന് പറയുമ്പോൾ ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ തന്നെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത് തന്നെയാണ്. അല്ലെ, അപ്പൊ അവിടെ നമുക്ക് എന്താണ് ഡയഗ്നോസിസോ ട്രീറ്റ്മെന്റോ കൺസൾട്ടേഷനോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ആംബുലേറ്ററി ബേസിസിൽ അല്ലെങ്കിൽ ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു സെന്ററുകളാണ് ആംബുലേറ്ററി കെയർ സെന്ററുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും നമ്മുടെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല എന്ന് പറയുന്നത് കേട്ടോ. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ്. എന്തായിരിക്കും ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്ന് പറയുമ്പോ? അതായത് ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് ആണ്. നമ്മൾ നിങ്ങൾ കണ്ടു കാണും ഐ ക്യാമ്പുകള് കണ്ടിട്ടുണ്ടോ? ക്യാമ്പുകൾ നടത്തുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ ആ ക്യാമ്പില് എങ്ങനെയാണ് ഒരു ഡോക്ടർ ആയിരിക്കും പങ്കെടുക്കുക? ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി ആണ് അല്ലെ. അയ്യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും അവിടെ നോക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഒറ്റ ഡോക്ടർ ആയിരിക്കും പങ്കെടുക്കുക? അല്ല, മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് ആണ്. ഒന്നിലധികം ഡോക്ടേഴ്സ്, പക്ഷേ സെയിം ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കെയർ അല്ലേ കൊടുക്കുന്നേ? അല്ലെ, സെയിം ടൈപ്പ് ഓഫ് കെയർ അല്ലേ കൊടുക്കുന്നത്? അതെ, ഒറ്റ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒറ്റ മേഖല എടുത്തിട്ട് അതിൽ തന്നെ ഒത്തിരി ഡോക്ടേഴ്സ് വന്ന് അതേ രീതിയിലുള്ള സെയിം ടൈപ്പ് ഓഫ് കെയറുകൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അങ്ങനെ ക്യാമ്പുകൾ നടത്തുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ് അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓഫീസുകളിലും നമുക്ക് എന്ത് കിട്ടും? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ജോലി ലഭ്യമാകും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നാലാമത് ഹോസ്പൈസസ്. എന്താണ് ഒരു ഹോസ്പൈസസ്? അതെ, ഒരു ഹോസ്പൈസസ് എന്റർടൈൻമെന്റും ഉണ്ട്, ട്രീറ്റ്മെന്റും ഉണ്ട്. ശരിയാണ്. ഒരു പാലിയേറ്റീവ് കെയർ ഒക്കെ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലെ. അപ്പൊ എന്ത് സ്റ്റേജില് അവസാനമായിട്ട് അവരുടെ ലൈഫിന്റെ എൻഡാണ്. ആ ഒരു സമയത്ത് അവർക്കുള്ള ട്രീറ്റ്മെന്റുകളല്ല അവർക്ക് കൊടുക്കേണ്ടത് അല്ലെ. അവർക്കൊരു സന്തോഷം നൽകുന്ന രീതിയിൽ, അവരുടെ വേദന കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സമയം അവരെ ഹാപ്പി ആയിട്ട് നിലനിർത്തുക. അപ്പൊ അതിനു വേണ്ടിയുള്ള കേന്ദ്രങ്ങളാണ് പാലിയേറ്റീവ് കെയറുകൾ പോലെയുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങൾ കൊടുക്കുന്ന ഹോസ്പൈസുകളിൽ
മേഖലകളിലും നമുക്ക് ജോലികൾ ലഭ്യമാകും. ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികളൊക്കെ അല്ലെ, ഒരു ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമില്ലാത്ത പ്രൈമറി കെയർ ക്ലിനിക്കുകൾ പറയാം, ഹെൽത്ത് സെന്ററുകൾ പറയാം അല്ലെ. ഇതൊക്കെ നമ്മുടെ ഒരു ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികൾ നൽകുന്ന ഇടങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിൽ നമുക്ക് ജോലികൾ കിട്ടാറുണ്ട്. ഫിസിഷ്യൻസിന്റെ ഓഫീസുകൾ ഇല്ലെ, ഫിസിഷ്യൻസിന്റെ ഓഫീസുകൾ ഉണ്ടാവാറില്ലേ? ഓരോ ഫിസിഷ്യൻസും അവരുടേതായ ഓഫീസുകൾ ഇടാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓഫീസുകളിലും ഒരു ഹെൽത്ത് കെയർ അഡ്വൈസ് അഡ്മിനിസ്ട്രേറ്ററിന് ജോലികൾ ലഭ്യമാകും. ദെൻ റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റി എന്ന് വെച്ചാൽ എന്തായിരിക്കും? റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കാം? കെയർ ഹോമുകള്, റിട്ടയർമെന്റ് ഹോമുകള്, കേട്ടിട്ടുണ്ടോ അത്? ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിളുകൾ വരാം. കെയർ ഹോം, റിട്ടയർ ഹോമുകളൊക്കെ, അതായത് അവരൊരു ലോങ് ടേം ആയിട്ടുള്ള കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള കെയർ ഹോമുകളിലോ റിട്ടയർമെന്റ് ഹോമുകളിലോ ഒക്കെ അവർക്ക് ആവശ്യമായ പരിചരണങ്ങൾ കാര്യങ്ങൾ കൊടുക്കുന്ന ഇടങ്ങളാണ് റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റികൾ എന്ന് പറയുന്നത്. ദെൻ ഹെൽത്ത് ഹോം ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഹോം ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന അവരവരുടെ ഹോം വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യായിരിക്കും അല്ലെ. അവരവരുടെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് നമ്മൾ ഹോം കെയർ ആണ് കൊടുക്കുന്നത്. വീട്ടിൽ ചെന്ന് നമ്മൾ പരിചരണങ്ങൾ കൊടുക്കുന്നു. കണ്ടിട്ടുണ്ടോ അങ്ങനെ വീട്ടിൽ വന്ന് പരിചരണങ്ങൾ കൊടുക്കുന്നത്? എന്താണ് ഇന്നൊരു ആർക്കും റിപ്ലൈ ചെയ്യാത്തത്? കേട്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻസ് എന്ന് വെച്ചാൽ പരിചരണ സംഘടനകൾ. അതെ, കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയാണ് കേട്ടോ. പരിചരണവുമായി ബന്ധപ്പെട്ട സംഘടനകൾ, ഒത്തിരി സംഘടനകൾ കാര്യങ്ങളുണ്ട് അല്ലെ. കെയർ ഓർഗനൈസേഷൻസിലെ ഒത്തിരി ഇങ്ങനെയുള്ള പരിചരണങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സംഘടനകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് കമ്പനീസ് അല്ലെങ്കിൽ അതൊക്കെ നേതൃത്വം നൽകുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഘടനകളിലും ഇവർക്ക് ജോലികൾ ലഭ്യമാകും. ഒരു ഹോസ്പിറ്റലിന് പുറമെ ഈ പറയുന്ന ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അപ്പൊ അവിടെ നമ്മുടെ പേര് മാറി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നല്ല നമ്മൾ പിന്നെ പറയുന്നത്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്നാ പറയാ അല്ലെ. അപ്പൊ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ഹോസ്പിറ്റലിൽ മാത്രമല്ല ജോലി ചെയ്യാനായിട്ടുള്ള ഇടങ്ങൾ എന്ന് പറയുന്നത്. റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റികൾ കിട്ടും. അപ്പൊ ഇത് ചോദിക്കാം കേട്ടോ, ഇതിൽ ഉൾപ്പെടുന്നത് ഏത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെന്റർ തന്നിട്ട് അതിൽ ഇതിൽ ഉൾപ്പെടാതെ തന്നിട്ട് അതിൽ ഉൾപ്പെടാതെ ഏതാണ് എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റി ഓർക്കുക, ആംബുലേറ്ററി കെയർ സെന്ററുകൾ ഓർക്കുക, ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസുകൾ ഓർക്കുക, ഹോസ്പൈസുകൾ ഓർക്കുക, ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികൾ ഓർക്കുക, ഫിസിഷ്യൻസ് ഓഫീസുകൾ ഓർക്കുക, റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റികൾ ഓർക്കുക, ഹോം ഹെൽത്ത് കെയർ ഓർക്കുക, മാനേജ്മെന്റ് കെയർ ഓർഗനൈസേഷൻസും ഓർത്തു വെച്ചേക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ഓക്കെ. Then next number, hospital administrators at large facilities may work in specific clinical areas like cardiology, surgery, neurology, obstetrics and nephrology. അപ്പോൾ hospital administrator large facility ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ള വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് വിചാരിക്കുക. അപ്പൊ അവർക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ മൊത്തത്തിൽ ചിലപ്പോൾ കൈകാര്യം ചെയ്യാനൊന്നും ആയിരിക്കില്ല കൊടുത്തിരിക്കുക. വർക്ക് ഇൻ സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ്, ചില പ്രത്യേക ക്ലിനിക്കൽ ഏരിയാസ്, അതായത് ഒരു കാർഡിയോളജി ഏരിയ, അല്ലെങ്കിൽ ഒരു സർജറി ഏരിയ, അല്ലെങ്കിൽ ഒരു ന്യൂറോളജി ഏരിയ, അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് നെഫ്രോളജി ഏരിയ മുതലായ ഇടങ്ങളിലുള്ള സ്ഥലങ്ങളിലുള്ള ആ ഒരു മാനേജ്മെന്റ് ആയിരിക്കും ചിലപ്പോൾ ഇവർക്ക് കൊടുക്കുക. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സ്മോളർ ഫെസിലിറ്റി, ഇപ്പൊ വലിയൊരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ ആകുമ്പോൾ നമുക്കറിയാം അവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകൾ എങ്ങനെയായിരിക്കും? വലുതായിരിക്കും അല്ലെ. ചെറിയ ഫെസിലിറ്റി ആയിരിക്കും അവിടെ കൊടുക്കുന്നത് അല്ല. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ആലോചിച്ച് നോക്കിയേ, അവിടെ വലിയ ഹോസ്പിറ്റലുകളാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റികളും അവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിനെ മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ പറ്റില്ല. കാരണം അത്രയും വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസുകൾ തിരിച്ചായിരിക്കും ചിലപ്പോ ഡ്യൂട്ടീസ് കൊടുക്കുക. മനസ്സിലായോ? അല്ലാതെ ചെറിയ ഹോസ്പിറ്റലിനെ എടുത്തേ, സ്മോൾ ഫെസിലിറ്റി ഉള്ള ചെറിയ ഹോസ്പിറ്റലിനെ എടുക്കുമ്പോ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്തായിരിക്കും പ്രത്യേകത? മേ സൂപ്പർവൈസ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് ഫിനാൻസ്, എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് പേഴ്സണൽ. അപ്പൊ ഇവിടെ ഒരു സ്മോൾ ഹോസ്പിറ്റൽ ആകുമ്പോ അവിടെ അത്രയധികം വലിയ രീതിയിലുള്ള ഫെസിലിറ്റികളോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടത്തെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ചിലപ്പോ പല ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരാം.
മനസ്സിലായോ? ചിലപ്പോൾ ഫിനാൻസ് മാനേജ് ചെയ്യുന്നതായിരിക്കും വരും. അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുമിച്ചൊരു ചെറിയ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ചെറിയ ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലിലുള്ള അഡ്മിനിസ്ട്രേറ്റർ ആകുമ്പോൾ അവർ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം ഒരു വലിയ ഫെസിലിറ്റി കൊടുക്കുന്ന ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ ആ ഫെസിലിറ്റികൾ തന്നെ ഒത്തിരി വലുതാണ്. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് ചിലപ്പോൾ ഒരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് ചെറിയ സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ആയിട്ട് തിരിച്ചായിരിക്കും മാനേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാൻ കൊടുക്കുന്നത്. ക്ലിയർ ആണോ അത്? മനസ്സിലായോ? അപ്പൊ വലിയ ഫെസിലിറ്റി കൊടുക്കുന്നതിന്റെയും ചെറിയ ഫെസിലിറ്റി കൊടുക്കുന്നതിന്റെയും വ്യത്യാസമാണത്. ഓക്കെ ആണോ? ഓക്കെ. Next നമ്മൾ പറയാൻ പോകുന്നത് just a few of the titles the hospital administrators may possess include. അതായത് ഈ പറയുന്ന ചില ടൈറ്റിലുകൾ അല്ലെങ്കിൽ കുറച്ച് ടൈറ്റിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് തലവാച്ചുകൾ, തലക്കെട്ടുകൾ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഏതാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നിന്ന് പോകുന്ന അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊസിഷൻസ് ആണ്. ഈ പൊസിഷൻസിലോട്ടൊക്കെ നമുക്ക് ഉടനെ തന്നെ നമുക്ക് ചിലപ്പോൾ എത്താൻ പറ്റില്ല അല്ലെ. ഒരു ട്രെയിനി ആയിട്ട് നമ്മൾ ആദ്യം കയറുന്നു, അതിനുശേഷം നമ്മുടെ പരിശീലനങ്ങൾ കിട്ടി നമുക്ക് എക്സ്പീരിയൻസിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നോളജും നമ്മുടെ സ്കില്ലും അനുസരിച്ച് നമുക്ക് ഈ പറയുന്ന പൊസിഷൻസിലോട്ട് എത്താൻ സാധിക്കും. അത് ഏതൊക്കെ പൊസിഷൻസ് എന്നാണ് പറയുന്നത്. ഈ പൊസിഷൻസ് നിങ്ങൾ ഈ ടൈറ്റിൽസ് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയ അതിൽ ആദ്യത്തെ 3 എണ്ണമാണ് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ആദ്യത്തെ 3 എണ്ണത്തിന്റെയും എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ആദ്യത്തെ 3 എണ്ണം അതില് ജസ്റ്റ് നമ്മളൊന്ന് വായിച്ചു വിടുന്നേ ഉള്ളൂ കേട്ടോ. അതിൽ ആദ്യത്തെ 3 എണ്ണം നിങ്ങൾ നോട്ട് ചെയ്തൊന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ബാക്കിയൊന്ന് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. അത് ഏതൊക്കെയാണോ വെറുതെ എക്സ്ട്രാ അത് ഓരോന്നിന്റെയും ഡ്യൂട്ടി കാര്യങ്ങളൊന്നുമില്ല. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകുമ്പോൾ അവർക്ക് ഈ പറയുന്ന ടൈറ്റിലുകളൊക്കെ ജോലി ചെയ്യാൻ സാധിക്കും. അത് അവരുടെ അത് ഒരു പെട്ടെന്ന് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഈ ടൈറ്റിൽ അല്ലെങ്കിൽ ജോലി വേണം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടേതായ പരിശീലനവും നമ്മുടെ സ്കില്ലും കാര്യങ്ങളും നോളജും എല്ലാം വെച്ചുകൊണ്ട് അതിനനുസരിച്ച് സീനിയോറിറ്റി അനുസരിച്ചായിരിക്കും ഇത് ഓരോ പൊസിഷനിലേക്ക് നമ്മൾ എത്തുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതിൽ ഒന്നാമതാണ് പ്രസിഡന്റ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. സിഇഒനെ ചോദിക്കാറുണ്ട് കേട്ടോ. സിഇഒ മറ്റെവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ചീഫ് എമർജൻസി ഓഫീസർ പഠിച്ചിട്ടുണ്ടോ? കാഷ്വാലിറ്റി എമർജൻസി ഓഫീസർ പഠിച്ചിട്ടുണ്ടോ? സിഇഒന്റെ മറ്റ് എക്സ്പാൻഡഡ് ഫോമുകള് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടു കാണുമല്ലോ അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സിഇഒ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ ചിലപ്പോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നൊരു ശരിയായ ആൻസർ മാത്രമായിരിക്കും ചിലപ്പോൾ കൊടുത്തിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആ ക്വസ്റ്റ്യൻ വായിക്കണം, ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഓപ്ഷനും വായിക്കണം. ഓപ്ഷൻ വായിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവാത്ത മറ്റു ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ലായിരിക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം. ആണല്ലോ അല്ലെ? ഇനി അല്ലാതെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകമായിട്ട് തന്നിരിക്കും. അതായത് സിഇഒ റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സിഇഒന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ് എന്ന് പ്രത്യേകമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അവിടെ എഴുതേണ്ടത് ഏതാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള ആൻസർ ആയിരിക്കണം കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സിഇഒ ഏതാണ് എന്ന ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. അപ്പൊ അത് ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ട സിഇഒ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പൊ നമ്മുടെ ഒരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സിഇഒ എന്ന് പറയുമ്പോൾ അതിവിടെ ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണോ ആൻസർ വരിക? ആണോ ആൻസർ വരുന്നത്? ആണോ? എന്താണ് റിപ്ലൈ ചെയ്യാതിരിക്കുന്നേ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻസർ വരുമോ? ഇല്ല അല്ലെ? ഇല്ല. അതിന് പകരം ചീഫ് എമർജൻസി ഓഫീസർ ആയിരിക്കാം വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ആൻസർ ചെയ്യാൻ കേട്ടോ. അങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മിസ് പറയുന്നതാണ്. ചിലപ്പോൾ ഓപ്ഷൻസിൽ നമുക്കറിയാവുന്ന ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്നതുമായി ബന്ധപ്പെട്ട് ഇന്നത് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആൻസർ ചെയ്യാം കേട്ടോ. മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ.
അതിന്റെ സിഇഒ എക്സ്പാൻഡ് ഫോം ഒന്ന് നോക്കി വെക്കുക. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ COO ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. COOയുടെ എക്സ്പാൻഡ് ഫോം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്നാണ്. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ CFO ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും ചോദിക്കാറുണ്ട്. 3 എണ്ണം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് നോട്ട് ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ വരുന്ന ടൈറ്റിൽസ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്, വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ, കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്, ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത് ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത്. അടുത്ത വ്യക്തിയാണ് ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസസ്. അപ്പൊ ഇത്രയും എണ്ണം ഈ പറയുന്ന എല്ലാ ടൈറ്റിലുകളും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് നിർവഹിക്കാൻ സാധിക്കും. എന്നാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ പഠിക്കേണ്ട 3 എണ്ണമാണ് CEO, COO, CFO. കേട്ടോ. ബാക്കിയുള്ളതും ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ആ 3 എണ്ണമാണ് ഏറ്റവും കൂടുതലായിട്ട് എക്സാമിൽ കണ്ടിരിക്കുന്ന ഭാഗം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങാം കേട്ടോ. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരില്ല. ഓക്കെ. അപ്പൊ ഇത്രയും ഭാഗം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. ഇതിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം കേട്ടോ. താങ്ക് യു.